പ്രത്യേകിച്ച് സുരക്ഷയൊന്നുമില്ല. എങ്കിലും കാക്കനാട് ജയിലിലേക്ക് എത്തുന്ന സെലിബ്രിറ്റി തടവുകാരനായിട്ട് ജയിൽ റെഡിയായി നിൽക്കുകയാണ്. കാരണം അല്പം മുമ്പ് ഞാൻ ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു ഏത് നമ്പറായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്പരൊന്നുമില്ല, വരുമ്പോൾ ആ കാണുന്ന ആ സമയത്തുള്ള ഒരു ഡ്രസ്സായിരിക്കും, നമ്പറോട് കൂടിയ ഡ്രസ്സായിരിക്കും കൊടുക്കുക. എന്തായാലും കാക്കനാട് ജില്ലാ ജയിലിൽ സമീപകാലത്തെ ഒരു സെലിബ്രിറ്റി തടവുകാരനായിരിക്കും ബോബി ചെമ്മണ്ണൂർ. ഞാൻ ആലോചിക്കായിരുന്നു, ഇന്നലെ നമ്മൾ ഈ കൊച്ചി DCP അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന DCP അശ്വതി ജിജിയോട് ഇത് സംബന്ധിച്ച ഈ കേസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കേസ് ഇത്തരത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ളൊരു പാഠമായിരിക്കും എന്ന് അവർ പറഞ്ഞു. എന്തായാലും ആ നിലപാട്, കൊച്ചി പോലീസിൻ്റെ നിലപാടിൽ ഒരു വിജയമാണ് ഇന്നത്തെ കോടതി വിധി എന്ന് തന്നെ പറയാം. കാരണം അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ബോച്ചയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയെങ്കിലും പോലീസിൻ്റെ നിലപാട് കോടതി അംഗീകരിച്ചു. അങ്ങനെ ഒരുപക്ഷെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ എത്ര സെലിബ്രിറ്റി ആയാലും, എത്ര ബിസിനസ് മാഗ്നറ്റ് ആയാലും, എത്ര ധനാഢ്യനായാലും നിയമം അവരെ ഫോളോ ചെയ്യും, അവരെ പിന്തുടരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. ഒരുപക്ഷെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഇങ്ങനെ ഒരു സൈബർ കുറ്റകൃത്യത്തിൽ ഇങ്ങനെ അകത്താകുന്നത്, ജയിലിലാകുന്ന ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇത്തരത്തിൽ മോശം കമൻറ്റ്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നതെന്ന് പറയാൻ കഴിയും. 15 മിനിറ്റ് സംസാരിച്ചത് ഞാനും കേട്ടിരുന്നു. ഇതിപ്പം നമ്മൾ സമാനമായ രീതിയിലുള്ള ഈ ലൈംഗിക അധിക്ഷേപ പരാതി, അശ്ലീല കമന്റ്സുകൾ, സൈബർ അധിക്ഷേപം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല സ്ത്രീകളും ഇതിനു മുൻപ് പല തരത്തിലുള്ള പല ഇടങ്ങളിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെട്ടെന്നുള്ള ഒരു ഇടപെടൽ, അതിൽ അന്വേഷണ സംഘത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. കാരണം അത്രയും ഒരാളെയും അറിയിക്കാതെയുള്ള വളരെ ചടുലമായ നീക്കങ്ങളാണ് ശരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് കണ്ടത്. ഈ കേസിന് ഇപ്പോൾ കമ്മീഷൻ അവധിയാണ്. DCP അതുപോലെ ACP ജയകുമാർ ഇവരൊക്കെയുടെ ഒരു ശക്തമായ ഇടപെടൽ ഇതിനകത്തുണ്ട്. അതിലുപരി നമ്മുടെ ഈ DCP എന്ന് പറയുന്നത് ഇടുക്കിയിലെ മലമടക്കുകൾ, മുരിക്കാശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ വലിയ മലമടക്കുകളിൽ പെടുന്ന സ്ഥലമാണ്. അവിടുന്ന് ഫൈറ്റ് ചെയ്ത് കയറി വന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. അവർ ഒട്ടും വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യില്ല എന്ന് എനിക്ക് അവരുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായി. കാരണം അവരാദ്യം പൊതുവെ ഇടുക്കിയിലെ പിന്നോക്ക മേഖല മലമടക്കിൽ നിന്നൊക്കെ പഠിച്ചു വന്ന് അവർ ഇൻഫോസിസിൽ ജോലി കിട്ടി. അവിടുന്ന് IPS തന്നെ എടുക്കണം എന്ന് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പഠിച്ച് ഹൈദരാബാദിൽ അതിനുവേണ്ടി പഠിച്ച് അവരെങ്ങനെ IPS എടുത്തതാണ്. ഞാൻ അവരുമായിട്ട് അല്പസമയം സംസാരിക്കുമ്പോൾ ഭയങ്കര നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരുന്നു. വളരെ പതിങ്ങിയ വാക്കുകളിലാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ അവർ ഇതൊരു ലെസണാകും എന്നൊരു വാക്ക് അവർ അടിവരയിട്ട് പറഞ്ഞു. അതിൽ നിന്ന് കോടതി അംഗീകരിച്ചു. കാരണം മതിയായ തെളിവുകൾ ഹണി റോസ് നൽകിയതിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ. നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോസൊക്കെ പരിശോധിക്കുമ്പോൾ പല ഉദ്ഘാടന ചടങ്ങുകളും അദ്ദേഹം ഈ സിനിമാ നടിമാർ വരുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അറിയാം, അവർ വളരെ അറപ്പുളവാക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് നടത്തിയത്. അത് ഇന്നലെ രാത്രി ചോദ്യം ചെയ്യലൊക്കെ പറഞ്ഞത്, ക്ഷമിക്കണം, മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെ കഥയാണ് പറഞ്ഞതെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം അത്തരം കാര്യങ്ങൾ. അത് തന്നെ ഒരു ദ്വയാർത്ഥ പ്രയോഗമായി അദ്ദേഹം ഈ സിനിമാ താരങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് താൻ നടത്തിയത്, പുരാണത്തിലെ കാര്യങ്ങളൊക്കെയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദഗതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തുടക്കത്തിലേ തള്ളിക്കളഞ്ഞിരുന്നു. അത് കോടതിയും അംഗീകരിച്ചു. കാരണം എത്ര വലിയ അഭിഭാഷകരെ കൊണ്ട് ഇറക്കിയാലും ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഹണി റോസിൻ്റെ രഹസ്യമൊഴി തന്നെ കോടതിക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം പോലും ജയിലിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കോടതിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ തികഞ്ഞ നിശ്ചയദാർഢ്യത്തിലായിരുന്നു. ജാമ്യം കിട്ടും, കാരണം ഇതൊന്നും ഒരു കാര്യവും ഉണ്ടാകില്ല, കാരണം ജാമ്യം കിട്ടും, ഇതൊരു സോഷ്യൽ മീഡിയ മെസ്സേജല്ലേ, അതൊക്കെ പുല്ലുപോലെ നമുക്ക് ഇറങ്ങിപ്പോരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കോടതി പോലീസിൻ്റെ നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ പോലീസിന് ലഭിച്ച തെളിവുകൾ, അതുപോലെ നടിയുടെ രഹസ്യമൊഴി, ഇതെല്ലാം തെളിവായി. പ്രത്യേകിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ നിരീക്ഷണങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയയിലുള്ള ബിജു പറഞ്ഞത് അത് വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിയ വ്യക്തി കൂടിയാണ് DCP. അത് അവരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, പ്രവൃത്തിയിൽ ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.